ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു വലിയൊരു ഫിനാൻഷ്യൽ മിത്ത് അത് ബ്രേക്ക് ചെയ്യാനാണ് പോകുന്നത്. ഇത് എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത് നമുക്കൊരു 1,00,000 റുപ്പീസ് സേവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 1,00,000 റുപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കെന്തോ വലിയ സാലറി വേണം. ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 രൂപയൊക്കെ സാലറി ഉണ്ടെങ്കിൽ നമുക്കൊരു 1,00,000 രൂപയൊക്കെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് അതിനെ മാറ്റാനായിട്ടുള്ളൊരു പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പലർക്കും അറിയാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും വിചാരിക്കുന്നത് ഈ 1,00,000 ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഇൻകം വേണം എന്നൊക്കെയുള്ളൊരു വിചാരമാണ്. പക്ഷേ അതൊന്നുമല്ല, അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമുക്ക് നമ്മുടെ എക്സ്പെൻസ് സ്വല്പം ഒന്ന് കുറച്ചാൽ തന്നെ അത് മിച്ചം പിടിച്ച് നമുക്ക് ഒരു 1,00,000-ൻ്റെ ഒരു ഫണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് നമുക്ക് ഒരു നല്ല, നേരത്തെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കുക, ട്രാക്ക് ചെയ്യുക എന്നൊക്കെയുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 8 മുതൽ 12 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് 1,00,000 എന്ന് പറയുന്നൊരു ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ട്രാക്ക് യുവർ എക്സ്പെൻസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ബഡ്ജറ്റിംഗ് എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പം ട്രാക്ക് യുവർ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 30 ദിവസത്തെ നിങ്ങളുടെ ചിലവ് നിങ്ങൾ വളരെ നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പെട്രോളിന്, നിങ്ങൾ ഫുഡിന്, നിങ്ങളുടെ ബാക്കിയുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ചിലവാക്കുന്ന 1 രൂപ ചിലവാക്കിയാൽ പോലും എഴുതി വെച്ച് അതിനെ നമ്മൾ ട്രാക്ക് ചെയ്യുക. 30 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് അനാവശ്യമായിട്ട് എത്ര പൈസ ചിലവായി, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്ന എമൗണ്ടുകൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് 2,000 മുതൽ ഒരു 3,000, 4,000 രൂപ വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിങ്ങിൽ 50-30-20 എന്ന് പറയുന്ന റൂള് കോമൺ ആയിട്ടുള്ള റൂളാണ്. എല്ലാ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും പറയുന്നതാണ്, പല വീഡിയോകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ബഡ്ജറ്റിംഗ് കൊണ്ടുവരിക, ബഡ്ജറ്റിംഗ് നമ്മൾ എക്സ്പെൻസ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് സാലറി വന്നു കഴിയുമ്പോൾ 50-30-20 റൂളിൽ വേണം നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് ആ മാസത്തെ ക്രമീകരിക്കാൻ. അതായത് വാണ്ടഡിന് വേണ്ടിയിട്ട് 50%, അതായത് നമ്മുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, കാരണം അതില്ലാതെ പറ്റത്തില്ല. അതായത് ഫുഡ്, റെൻറ്റ്, മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് 50%, നീഡ്സിന് വേണ്ടി 50% നമ്മൾ മാറ്റി വെക്കുക. പിന്നെ 30% വാണ്ടഡിന് വേണ്ടി മാറ്റി വെക്കുക. അതായത് നമുക്ക് സിനിമയ്ക്ക് പോകുന്നതാകാം, കറങ്ങാൻ പോകുന്നതാകാം, ഡ്രസ്സ് മേടിക്കുന്നതാകാം, അത്തരം കാര്യങ്ങൾക്ക്. അതായത് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി 30% എമൗണ്ട്, ബാക്കി 20% എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു 12,000 രൂപയൊക്കെ സാലറി ഉള്ള ഒരാൾ 2,400 രൂപ മസ്റ്റായിട്ട് സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അത് മസ്റ്റാണ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മളൊരു സൈഡ് ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു മെയിൻ ജോബ്, ഒരു മെയിൻ വരുമാനം കാണും. അതുകൂടാതെ തന്നെ നമുക്ക് ഈ 1,00,000 ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു സൈഡ് ഇൻകം കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അത് നമ്മൾ ഓൺലൈൻ ചിലപ്പം ഫുഡ് ഡെലിവറിക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി കഴിഞ്ഞേച്ച് വൈകുന്നേരമോ രാത്രിയോ ഒരു 1-2 മണിക്കൂർ മാത്രം നമ്മുടെ വൈകുന്നേരങ്ങളിൽ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുക ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓൺലൈൻ ഡെലിവറി, ഫുഡ് ഡെലിവറിക്ക് പോകുന്നതാകാം, കുട്ടികൾക്ക് പഠിപ്പിക്കാൻ അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു നോളജുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ചിലപ്പം ചെറിയ ഷോപ്പുകളിൽ വൈകുന്നേരം ചിലപ്പോൾ തിരക്കുള്ള ഷോപ്പുകളിൽ അവിടെ ഒരു ഹെൽപ്പിന് ഒരു 1-2 hours നിന്ന് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമുക്കൊരു 3,000-5,000 രൂപ മാസം എക്സ്ട്രാ നമുക്ക് ഏൺ ചെയ്യുവാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ സേവിങ്സിലേക്ക് തന്നെ പോവുക. അത് ആ തുക വെച്ച് പിന്നെ വേറെ എക്സ്പെൻസ് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളൊരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കുന്നത് അത് തീർച്ചയായിട്ടും സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ വേണം. അപ്പോൾ മന്ത്ലി പ്ലാൻ ടു റീച്ച് 1,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സാലറി ഒരു 12,000 ആണെങ്കിൽ ഒരു 5,000 രൂപ സൈഡ് ഇൻകത്തിൽ കൂടെ നിങ്ങൾ കണ്ടെത്തുന്നു. അപ്പം ടോട്ടൽ നിങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,000 രൂപയാകും. 17,000 രൂപയിൽ നിങ്ങളൊരു 5,000 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു 6,000 രൂപ നിങ്ങൾ മാസം സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,00,000 16 മാസം കൊണ്ട് 1,00,000 നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും.
ഈ 6000 എന്നുള്ളത് ഒരു 7000 അല്ലെങ്കിൽ 10000 വരത്തേക്ക് നിങ്ങൾക്ക് സൈഡ് ഇൻകത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു സേവ് ചെയ്യാൻ പറ്റുന്ന തുക നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കില്ല. അതായത് 6000 രൂപ വെച്ച് മന്ത്ലി സേവ് ചെയ്താലാണ് നിങ്ങൾക്ക് 16 മാസം കൊണ്ട് 1,00,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതേസമയം ഒരു 7000 മുതൽ 10000 രൂപ നമ്മൾ സേവ് ചെയ്യാതിരിക്കട്ടെ, നമുക്ക് 12 മാസം കൊണ്ട് 10 മുതൽ 12 മാസം കൊണ്ട് ഈ 1 lakh എന്ന് പറയുന്ന തുകയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം നമുക്ക് 1 lakh ഉണ്ടാക്കിയെടുക്കുക, 1 lakh ഒരു എമൗണ്ട് ഒരു ഫണ്ട് നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനു വേണ്ടി ശ്രമിക്കുന്നില്ല, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വെയർ ടു സേവ് ദ മണി എന്നുള്ളതാണ് പിന്നെയുള്ള ഇതിലുള്ള പ്രധാന കാരണം. അതായത് ഈ നമ്മൾ മാസാമാസം ഈ മാറ്റി വെക്കുന്ന തുക എവിടെ സേവ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ വെക്കണം എന്നുള്ള കാര്യം. നമുക്കത് ഹൈ ഇൻകം നൽകുന്ന ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു റെക്കറിങ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിലിട്ട് വെക്കാം, അല്ലെങ്കിൽ ലോ റിസ്ക്കുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിൽ അതിൽ ഇട്ട് വെക്കാം. അങ്ങനെ നമുക്ക് എവിടെ ആയാലും നമുക്കത് സേഫായിട്ടൊരിടത്ത് നമുക്കത് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഇങ്ങനൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഈ 1 lakh എമൗണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അതായത് പുതിയ ഒരു ലോണുകളും ഉണ്ടാക്കിയെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പുതിയ EMIകളൊന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, നമ്മുടെ എക്സ്പെൻസ് വളരെ കൃത്യമായിട്ട് തന്നെ ട്രാക്ക് ചെയ്യുക. എല്ലാ ആഴ്ചയിലും എല്ലാ സൺഡേയിലെങ്കിലും നമ്മളൊരു ദിവസം അങ്ങ് നിശ്ചയിക്കുക, നമ്മുടെ എക്സ്പെൻസ് നോട്ട് ചെയ്ത് ട്രാക്ക് ചെയ്യുക തുടങ്ങിയവയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു 1 lakh ഉണ്ടാക്കിയെടുക്കാൻ സ്വല്പം വിഷമമാണെങ്കിലും നമ്മൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് വളരെ വേഗം വളരുകയാണ്. പിന്നെ നമുക്ക് 1 lakh നിന്ന് പിന്നെ 10 lakh നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മളൊരു ഹാബിറ്റ്സ് ഉണ്ടാക്കുക, നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള മണി ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പല വീഡിയോസും ഇനി നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. See you.